നമസ്കാരം സുഹൃത്തുക്കളെ. ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി, കോൾ ചെയ്യണ്ട. മെസ്സേജ് ചെയ്താൽ മാത്രം മതി, ഞാൻ മറുപടി തരുന്നതായിരിക്കും. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ അവിടെ പറയുന്നതായിരിക്കും. ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നിങ്ങളെ വളരെയധികം സന്തോഷിപ്പിക്കുന്ന ഒരു വലിയ മാറ്റം വരാൻ പോകുന്നു. ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് അനുകൂലമായ ഒരു അത്ഭുതം വരുന്നു. പ്രപഞ്ചശക്തിയെ മനസ്സിൽ വിചാരിച്ച് ഈ വായന കാണുക. ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഇന്നത്തെ തലക്കെട്ടെന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെയും അതുപോലെ പ്രപഞ്ചശക്തിയെയും നിങ്ങൾ നല്ല പോലെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ വായന തുടക്കം മുതൽ അവസാനം വരെയും ക്ഷമയോടുകൂടി വിശ്വാസത്തോടുകൂടി കാണുവാനായി ശ്രമിക്കുക. തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലോ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾ എന്തൊക്കെ സ്വപ്നങ്ങളാണോ, എന്തൊക്കെ ആഗ്രഹങ്ങളാണോ ആഗ്രഹിക്കുന്നത്, താല്പര്യപ്പെടുന്നത്, അതൊന്ന് ലഭിച്ച് കിട്ടാൻ താല്പര്യപ്പെടുന്നത്, അതെല്ലാം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് നിങ്ങൾ എത്രത്തോളം വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല, പക്ഷേ വളരെയധികം മാറ്റങ്ങളാണ് നിങ്ങളിലേക്ക് വരുവാൻ പോകുന്നത്. നിങ്ങളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് വളരെയധികം മാറ്റത്തിന് വിധേയമാകാത്ത ഒരു ജീവിതമായിരുന്നു. അത് ജോലി സംബന്ധമായിട്ടും സാമ്പത്തികപരമായിട്ടും ജീവിതപരമായിട്ടും ദാമ്പത്യ ജീവിതമായിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, ഒരുപാട് നിങ്ങൾ പ്രതിസന്ധികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. ജോലി തൊഴിൽ മേഖലകൾ നല്ലതാണെങ്കിൽ ദാമ്പത്യ ജീവിതം നല്ല രീതിയിലല്ല. ദാമ്പത്യ ജീവിതം നല്ലതാണെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഒരു കാര്യത്തിലും ബാലൻസ് ഇല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നിങ്ങൾ. പക്ഷെ അതിനെല്ലാം ഒരവസാനം വരാൻ പോകുന്നതായിട്ടാണ് നമുക്കിവിടെ അതുപോലെയാണ് കാർഡ്സ് ലഭിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ വളരെയധികം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അനുഭവിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്നും അനുഭവിക്കുന്നു. ഇവിടെ നിങ്ങൾ ഇത്രയും കാലം ഈ വ്യക്തിക്ക് വേണ്ടി കൊടുത്ത സ്നേഹവും അല്ലെങ്കിൽ കരുതലും സഹായങ്ങളും എല്ലാം ഒരു നിമിഷത്തേക്ക് വേണ്ട എന്ന് വെച്ചിട്ട് ഈ വ്യക്തി മറ്റാരുടെയൊക്കെയോ കൂടെ പോയി, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹത്തിൽ അതിലേക്ക് വഴുതി വീണു. അത് പലതരത്തിലും കാരണങ്ങൾ ഉണ്ടാകാം. അത് മുഴുവനുമായിട്ടും നിങ്ങളുടെ വ്യക്തിയെ കുറ്റം പറയാൻ സാധിക്കില്ല. അത് വശ്യസംബന്ധമായിട്ടുള്ള കൂടോത്ര ആഭിചാര പ്രശ്നങ്ങൾ അത് ഉണ്ടാകാം. ഇല്ലെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ശാപം പോലെ കിടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കാര്യവും പരിപൂർണതയിലേക്ക് എത്താണ്ട് നിൽക്കുന്ന ഒരവസ്ഥ. അവസാനം നിങ്ങൾ കഷ്ടപ്പെട്ടത് വെറുതെയായി എന്നുള്ള രീതിയിൽ നിൽക്കുന്ന അവസ്ഥ. പക്ഷേ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ തേർഡ് പാർട്ടിയുടെ എനർജി വളരെയധികം താഴ്ന്നു നിൽക്കുകയാണ്. നിങ്ങളുടെ ഊർജമാണെങ്കിലോ വളരെയധികം ഉയർന്ന തലത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് വളരെയധികം കാലാകാലങ്ങളായി പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം. പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായി, മനസ്സിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, പരീക്ഷണങ്ങൾ ഉണ്ടായി. പക്ഷെ അതിലൊന്നും തോറ്റു കൊടുക്കാതെ നിങ്ങൾ വളരെയധികം തൻ്റെടത്തോടെ വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഇണ, അതായത് കാമുകനായിക്കോട്ടെ, കാമുകി, ഭർത്താവ്, ഭാര്യ, അങ്ങനെ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി, ആ വ്യക്തി നിങ്ങളുടെ ട്രാക്കിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വേറെ ഏതോ എനർജിയിലേക്കോ വേറെ ഏതോ വ്യക്തിയുടെ അടുത്തേക്കോ പോയതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് തേർഡ് പാർട്ടിയുടെ വരുതിയിൽ നിൽക്കുക, അവർ പറയുന്നതനുസരിച്ച് അവർ പറയുന്നത് കേട്ട് വിശ്വസിച്ച് അവരുടെ കൂടെ നിൽക്കുന്ന ഒരവസ്ഥ. പക്ഷേ അതിന് ഒരവസാനം അല്ലെങ്കിൽ ഒരു അറുതി വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം നിങ്ങൾ ഈ വ്യക്തിക്ക് കൊടുത്തത് ആത്മാർത്ഥ സ്നേഹവും തേർഡ് പാർട്ടി ഈ വ്യക്തിക്ക് കൊടുത്തത് കാപട്യ സ്നേഹവുമാണ്. തേർഡ് പാർട്ടിയുടെ സ്നേഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തിയോടുള്ള സമീപനം എന്ന് പറയുന്നത് തികച്ചും
ഒരു ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതായത് സാമ്പത്തികപരമായോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലോ സഹായങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ കൂട്ടി അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ നിങ്ങളിൽ നിന്നും പറിച്ചെടുത്തുകൊണ്ട് പോയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വ്യക്തി അത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഒരു തേർഡ് പാർട്ടിയുടെ മായാവലയത്തിൽ നിന്നും പുറത്തേക്ക് വന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഈ പേഴ്സന് കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം അത് പല മോശപ്പെട്ട കർമ്മങ്ങളുടെയും ഒക്കെ ഭാഗമായി നിങ്ങൾ ഒറ്റപ്പെട്ടു പോയി. പക്ഷെ നിങ്ങളിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതൊരു പക്ഷേ ഇതുപോലെ മോശപ്പെട്ട കർമ്മങ്ങളോ ആഭിചാരക്രിയകളോ ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു വരുന്നുണ്ടാകാം. അത് ചെയ്തു വെച്ചതിൻ്റെ ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പവർ നല്ല രീതിയിൽ കുറഞ്ഞതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളിലേക്കാണ് സപ്പോർട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രോത്സാഹനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫലം ലഭിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഈ വ്യക്തി നിങ്ങളോട് മിണ്ടാതിരിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളിലേക്ക് വരാനും വളരെയധികം നിങ്ങളുമായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഒരു ക്ഷമാപണം നടത്താനെങ്കിലും ഐ ആം സോറി അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കൂ എന്നുള്ള രീതിയിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് കേവലം നേരിട്ടോ അല്ലെങ്കിൽ ഫോൺ കോളിലൂടെയോ ഏതു വിധേനയും നിങ്ങളിലേക്ക് ഒരു അത്ഭുതം എന്നുള്ള രീതിയിൽ, കാരണം ഒരിക്കലും ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല എന്ന് നിങ്ങൾ വിചാരിച്ചുറപ്പിച്ചിരിക്കുന്നുണ്ടാകാം. പക്ഷേ നിങ്ങളിലേക്ക് ഈ വ്യക്തി വരാൻ പോകുന്നു എന്നതിൻ്റെ പല സൂചനകളും നിങ്ങൾക്ക് ഇനി ലഭിക്കാൻ പോകുന്നു. ഈ വായന കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലഭിക്കുന്നു. ഇല്ലെങ്കിൽ അത് ഏഞ്ചൽ നമ്പേഴ്സിലൂടെ ആകാം, അല്ലെങ്കിൽ പക്ഷികളിലൂടെയാകാം, അല്ലെങ്കിൽ ഇണയായി പോകുന്ന പക്ഷികളായിരിക്കാം, പ്രാവുകളായിരിക്കാം, കുരുവികളായിരിക്കാം, അല്ലെങ്കിൽ ചിത്രശലഭങ്ങളായിരിക്കാം. അങ്ങനെ പ്രപഞ്ചശക്തി കാണിച്ചു തരുന്ന പലതരത്തിലുള്ള സൈനുകളിലൂടെ, സൂചനകളിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് അത്രയും പവർ ഉണ്ട്, നിങ്ങൾക്ക് അത്രയും പ്രപഞ്ചശക്തിയുടെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തിന്മ എപ്പോഴായാലും തോറ്റുപോകും, നന്മ മാത്രമേ വിജയിക്കുകയുള്ളൂ എന്നുള്ള ഒരു രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരുവാൻ വേണ്ടിയിട്ട് തടസ്സമായിട്ട് നിന്നിരുന്ന പ്രധാനപ്പെട്ട കാരണങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ അത് മാറിപ്പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അത്ഭുതങ്ങൾ തന്നെ വരും. അത് നിങ്ങൾ ഈ വ്യക്തിയുടെ പുറകെ മെസ്സേജ് അയച്ചു പോകണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഈ വ്യക്തിയായിട്ട് തന്നെ സ്വയം മനസ്സോടുകൂടി, നല്ല മനസ്സോടുകൂടി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഈ വ്യക്തി നിങ്ങളിലേക്ക് വന്നതിന് പ്രപഞ്ചശക്തിയോട് മനസ്സിൽ പോസിറ്റീവായി സങ്കല്പിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും ഇവിടെ മനസ്സ് കീറി മുറിച്ച് കളയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാത്തിലും നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളിലേക്ക് അത്ഭുതം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അമ്പലം, പള്ളി എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ തീർത്ഥാടനമായിട്ടും പ്രാർത്ഥനകളൊക്കെ ആയിട്ടും ഉപവാസ പ്രാർത്ഥനകളൊക്കെ ആയിട്ട് നിങ്ങൾ പോകുന്നുണ്ടാകാം. മാസങ്ങളോളം, വർഷങ്ങളോളം നിങ്ങൾ പോകുന്നുണ്ടാകാം. അതിനൊക്കെ ഒരു ഫലം ലഭിക്കുന്ന ഒരു സമയമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ വന്നു ചേരുന്നതായിട്ടാണ്. അത് വിവാഹത്തിന് ഒരുങ്ങി നിന്നിട്ട് വിവാഹം മുടങ്ങിപ്പോയ ആൾക്കാരാണെങ്കിൽ നല്ലൊരു വിവാഹ ബന്ധത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരു സമയമായിട്ടും, അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അത് നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തി എങ്ങോട്ടും പോയിട്ടില്ല. ഇടക്കാലത്ത് വെച്ചിട്ട് തേർഡ് പാർട്ടിയുടെ ഒരു അധീനതയിലായി പോയതാണ്, അല്ലാതെ വേറെ ബന്ധങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. കാരണം ഈ വ്യക്തി നിങ്ങളോടുള്ള സ്നേഹത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ നിങ്ങളിലേക്ക് പരിപൂർണമായിട്ടും ഇറങ്ങി വരാൻ സാധിക്കുന്നില്ല. അതിന് തടസ്സമായിട്ട് നിന്നിരുന്ന കുറച്ച് ദുഷ്ടശക്തികളുണ്ട്. പക്ഷെ അവയിൽ നിന്നൊക്കെ വളരെയധികം ആ ഒരു ശക്തികളെല്ലാം അടിച്ചൊതുക്കി അത് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് കളഞ്ഞ് റിലീസായി ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്ന ഒരു രീതി തന്നെയാണ് കാണിക്കുന്നത്.
അപ്പം ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ തേടി ആ ഒരു സന്തോഷ വാർത്ത എത്തട്ടെ. ആ ഒരു അത്ഭുതം നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ നിങ്ങൾ ഒരുപക്ഷെ അത്ഭുതം ദൈവം പ്രവർത്തിക്കും എന്ന് വിശ്വസിക്കുന്നുണ്ടാകാം. അങ്ങനെ വിശ്വസിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് തന്നെയായിരുന്നു എൻ്റെയും ആഗ്രഹം. കാരണം ഇതിനു വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ, നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന പ്രേക്ഷകരുണ്ട്. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഗോഡ് ബ്ലെസ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് യൂണിവേഴ്സ് ആൻഡ് ഇൻ ദ നെയിം ഓഫ് ഗോഡ്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലെസ് യു.